പക്ഷെ കേരള കോൺഗ്രസിന്റെ ജനങ്ങൾ ആഗ്രഹിച്ചു ഈ രണ്ട് കക്ഷികൾ ഒന്നാകണം എന്ന്. രണ്ട് കക്ഷികൾ ഒന്നാകണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാൻ ശ്രീ മോൻസ് ജോസഫിനെ അഭിനന്ദിക്കുക. മോൻസ് ജോസഫ് അല്ലെങ്കിൽ ഇവിടെ ഐക്യം ഉണ്ടാവില്ലായിരുന്നു. നല്ല പ്രഗത്ഭനായ മന്ത്രിയായ മോൻസ് ജോസഫ് മന്ത്രിസ്ഥാനം രാജിവെച്ചുകൊണ്ട്, പി ജെ ജോസഫ് മന്ത്രിസ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇറങ്ങിയത് കൊണ്ടാണ് ഐക്യം നടന്നത്. അങ്ങനെ ഐക്യത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ തവണ സ്റ്റീഫനും മോൻസുമായി നിന്ന് മത്സരിച്ച് വിജയിച്ച കടുത്തുനിർത്തിയെ പ്രതിനിധീകരിക്കുന്ന MLA ആയ മന്ത്രിയായ പി ജെ ജോസഫിന്റെ നോമിനിയായ മോൻസ് ജോസഫിനെ ഈ ഐക്യം കഴിഞ്ഞതിന് ശേഷം എനിക്ക് തള്ളാൻ കഴിയുമോ? എനിക്ക് തള്ളാൻ കഴിയുമോ? എനിക്ക് സ്റ്റീഫൻ ജോർജിന് ടിക്കറ്റ് കൊടുക്കാൻ കഴിയുമോ? മനസാക്ഷിയുടെ ആളിന് കഴിയുമോ? നീതിബോധമുള്ള ആളിന് കഴിയുമോ? കേരളത്തിൽ സത്യസന്ധമായ രാഷ്ട്രീയമാണ് നമ്മളെല്ലാവരും. ഇനി രാഷ്ട്രീയം ഉണ്ടപ്പോ മോൻസ് ജോസഫ് ഇപ്പൊ MLA ആണെന്നൊരു കാലാകാലം ഒരു MLA ആയിരിക്കണമെന്നുണ്ടോ? ഉണ്ടോ? മോൻസ് ജോസഫ് മുഖത്ത് നോക്കി പറ, ഇത് നോക്കി കാലാകാലം MLA ആയിരിക്കണമെന്നുണ്ടോ? സ്റ്റീഫൻ ജോർജ് അടുത്ത തവണ ഇവിടെ നിന്നിരുന്നുവെങ്കിൽ ആർക്കറിയാം, മോൻസ് ജോസഫിന് ഒന്നെങ്കിൽ വേറൊരു മണ്ഡലത്തിലേക്ക് മാറും, അല്ലെങ്കിൽ സ്റ്റീഫൻ ജോർജ് വീണ്ടും ഇവിടെ MLA ആയി വരും. ആർക്കറിയാം? ഇതൊക്കെ ദൈവം നിശ്ചയിക്കുന്നതാ. ഇതൊക്കെ രാഷ്ട്രീയ ഓരോ ചാൻസുകളല്ല. നമ്മുടെ കുര്യൻ ജോയി കടന്നു വന്നിരിക്കുന്നു. സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് രാഷ്ട്രീയമല്ലല്ലോ ഇവിടെ പറയേണ്ടതെന്ന് കരുതിയാണ് കരുതുന്നത്. അപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ എനിക്കൊരു കാര്യമേ ഉള്ളൂ ഇതിനകത്തെ കാര്യത്തെ സംബന്ധിച്ച്. ഒരു കാര്യം ഓർത്താൽ മതി, നമ്മൾ ആരും ഈ സ്റ്റീഫൻ ജോർജിനോടൊരു ദ്രോഹവും ചെയ്തില്ല. നമ്മളാരും ആരെയും ദ്രോഹിച്ചില്ല, നമ്മളാരെയും അവഗണിച്ചില്ല. നമ്മള് മോൻസ് ജോസഫ് ഇവിടുത്തെ MLA ആയി വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് സ്ഥാനാർത്ഥിയായി വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവിക പരിണാമം മാത്രമാണ്. സ്വാഭാവിക പരിണാമത്തിലൂടെ ഇവിടെ MLA ആയതാ. വല്ല സംശയമുണ്ടോ? അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനായി ഒറ്റ ദുഃഖമാണ് എനിക്ക്. സ്റ്റീഫൻ ജോർജ് ഇന്ന് ഈ അവസരം പാഴാക്കിയല്ലോ എന്ന് ഞാൻ ഓർക്കുകയാണ്. ഈ നിൽക്കുന്ന 10,000 സ്റ്റീഫൻ ജോർജിന് വേണ്ടി സിന്ദാബാദ് വിളിച്ച ആളുകളാണ്. ഈ 10,000 ഉപേക്ഷിച്ച് ചുമ്മാ ഈ ഇടതുപക്ഷക്കാരന്റെ കൂടെ പോയല്ലോ എന്ന് മാത്രമുള്ള ദുഃഖമേ എനിക്കുള്ളൂ. അതുകൊണ്ട് വേറൊന്നും എനിക്ക് പറയുവാനില്ല. നമുക്കത് പോട്ടെ, നമുക്കത് വിസ്മരിക്കാം. വേറെ നമുക്ക് വ്യക്തിപരമായ ഒന്നുമില്ല. ഞാൻ എന്തിന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, സ്റ്റീഫൻ ജോർജിനോട് ദ്രോഹം കാണിച്ചു, അവഗണിച്ചു, ദ്രോഹിച്ചു, വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലെ പ്രചരണം നടത്തുമ്പോൾ ആരെങ്കിലും 10 പേര് അയ്യോ അങ്ങനെ ചെയ്തോ കേരള കോൺഗ്രസ് പാർട്ടി എന്ന് വിശ്വസിച്ചു പോയി എങ്കിൽ അത് തിരുത്തുന്നതിന് വേണ്ടി മാത്രം, അതിന്റെ ഒരു കടമയായതുകൊണ്ട്, കാരണം ഈ മൈക്ക് ടവലെല്ലാം കെട്ടിയിട്ടുണ്ട്, ഞാൻ അവർ മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്ന് കണ്ട് പറയുന്നുള്ളൂ. വേറെ വ്യക്തിപരമായി ഒന്നുമില്ല. ഞാൻ ഇപ്പോഴും ഈ സ്റ്റീഫൻ ജോർജിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴും എനിക്ക് അവനോട് വാത്സല്യമുണ്ട്. ഇപ്പോഴും അവൻ നന്നായി വരട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. അപ്പോൾ ഇത് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. അതുകൊണ്ട് എന്തു വേണം? നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ പൂർവാധികം വാശിയോടുകൂടി ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ മോൻസ് ജോസഫിനെ 2 ചിഹ്നത്തിൽ മുദ്ര കുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും. എനിക്ക് തോന്നുന്ന ഞാൻ മോൻസിനോട് പറയാം, എനിക്ക് അസൂയുണ്ട് മോൻസിനോട്. അസൂയ എന്ന് പറയുന്നത്, മോൻസ് ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ പോകുന്നത് മോൻസ് ജോസഫായിരിക്കും എന്നതിൽ എനിക്ക് യാതൊരു സംശയമില്ല. അതിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എനിക്ക് വേറൊന്നും പറയാനില്ല. രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ. കടുത്തത്തിൽ എന്തിനാ, കൊല്ലക്കുടിയിൽ എന്തിനാ സൂചി വയ്ക്കുന്നത്?
ഈ ഇടതുപക്ഷ ദുർഭരണം നടത്തുന്ന ഈ ഗവൺമെന്റിനെ പറ്റി എന്ത് പറയാനാ? ഇപ്പൊ ആരാ നിങ്ങളുടെ നേതാവ് എന്ന് ചോദിച്ചാൽ ആരാ നേതാവ്? ഒരു പാർട്ടിക്ക് ഒരു നേതാവ് വേണ്ടേ? ഒരു യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ഒരു സേനാനായകൻ വേണ്ടേ? ഒരു പടനായകൻ വേണ്ടേ? ഇന്ന് ഇടതുപക്ഷം എന്താ പറഞ്ഞ? നായകനില്ലാതെ, പടനായകനില്ലാതെ, നേതാവില്ലാതെ ഇരുട്ടിൽ തപ്പുന്ന ഒരു മുന്നണിയും ഇരുട്ടിൽ തപ്പുന്ന ഒരു പാർട്ടിയുമായി മാറിയല്ലോ ഇടതുപക്ഷം. സാധാരണ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ തെരഞ്ഞെടുപ്പിൽ നയിക്കുന്ന നേതാവ് വേണ്ടേ? എന്തുമായിക്കോട്ടെ, എല്ലാ മുന്നണികളും എല്ലാ കക്ഷികളും അങ്ങനെയല്ല. ഇതുവരെയും എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത് ശ്രീ VS അച്യുതാനന്ദനായിരിക്കും കേരളത്തെ നയിക്കുന്നത്. പക്ഷെ അങ്ങനെ വന്നപ്പോൾ കഴിഞ്ഞ നിയമസഭയിൽ സാക്ഷാൽ VSന്റെ പൊയ്മുഖം പിച്ചു ചീന്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ യഥാർത്ഥ മുഖം അനാവരണം ചെയ്തു കഴിഞ്ഞപ്പോൾ VSനും വിഷമമായി, എല്ലാവർക്കും വിഷമമായി. ഇപ്പോൾ ആരെയും നേതാവായിട്ട് അവതരിപ്പിക്കാനില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ നേതാവിനെ പറയാവുന്ന, തെരഞ്ഞെടുപ്പിന് മുമ്പ് നേതാവില്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോടിയേരിയാകാം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് VS ആകാം. അപ്പൊ അവിടെ അത് കഴിഞ്ഞാണ് പട ആരംഭിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ചരിത്രം എന്താ? കഴിഞ്ഞ 5 വർഷക്കാലം എന്തുകൊണ്ടാണ് ഈ ഭരണം മോശമായത്? ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഭരണം മോശമായതിന്റെ കാരണം എന്താ? ആ മോശമായതിന്റെ കാരണം എന്ന് പറയുന്നത് വിഭാഗീയതയായിരുന്നു. ആ വിഭാഗീയത എന്ന് പറയുന്നത് വേറൊന്നുമല്ല, പാർട്ടിയും മന്ത്രിയും തമ്മിൽ ജനാധിപത്യത്തിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ രാഷ്ട്രീയ കക്ഷി സ്വാഭാവികമായി ഒരു മന്ത്രിസഭ രൂപീകരിക്കും. ആ പാർട്ടിയാണ് ഭരിക്കുന്നത്. യഥാർത്ഥത്തിൽ പാർട്ടിയാണ്, പക്ഷെ അതിന്റെ ഭരണത്തിൽ ഇടപെടരുത് എന്നുള്ളതേ ഉള്ളൂ. പാർട്ടിയുടെ നയങ്ങളാണ്, മുന്നണിയുടെ നയങ്ങളാണ് നടപ്പിലാക്കുന്നത്. പക്ഷേ ആ മുന്നണിയും ഒരാൾ മന്ത്രിയായി കഴിഞ്ഞാൽ തന്റെ സ്വന്തം പാർട്ടിയുമായിട്ട് മന്ത്രി ഭിന്നിച്ചാൽ, സ്വന്തം പാർട്ടിയിൽ നിന്ന് ഭിന്നിച്ചു മാറിയാൽ പിന്നെ എന്താ ഭരണം? മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ സ്വന്തം പാർട്ടിക്കെതിരെ, സ്വന്തം മുന്നണിക്കെതിരെ അദ്ദേഹം യുദ്ധം ആരംഭിച്ചാൽ, തമ്മിൽ ഭിന്നിച്ചാൽ എന്താ ഒരു ഭരണം എവിടെ പോയി നിൽക്കും? ഇതല്ലേ ഇവിടെ കണ്ടത്? മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടിയും തമ്മിലുള്ള